അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന ഒരു പത്രസമ്മേളനം. മുസ്ലിം ലീഗിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും സുന്നികളാണ്, സമത്വക്കാരാണ്. സമത്വയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിം ലീഗരാണ്. അല്ലാത്തവർ രണ്ടിലുമുണ്ട്. സമസ്തക്കാരല്ലാത്തവർ മുസ്ലിം ലീഗിലുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാരല്ലാത്തവർ സമത്വയിലുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ഒരു വിഭാഗമായതുകൊണ്ട് രണ്ടു കൂട്ടരും ഒരു പരിഗണനാ മനോഭാവവും സഹകരണ മനോഭാവവും പണ്ട് മുതലേ തുറന്നു വരുന്നത്. അത് തകർക്കാനുള്ള ശ്രമം ഈടെയായി നമ്മുടെ ചില സ്റ്റേജുകളിൽ നിന്നും അതുപോലെ തന്നെ ചില എഴുത്തുകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ആ ചർച്ച താഴെ തട്ടിലെ ജനങ്ങളെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മഹല്ലുകൾ നഷ്ടപ്പെടും, മദ്രസകൾ നഷ്ടപ്പെടും, സമത്വയുടെ കരുത്ത് ചോർന്നു പോകും എന്ന കാര്യം ഉറപ്പാണ്. അത് തടഞ്ഞു നിർത്തി 89-ൽ നമ്മൾ എങ്ങനെയൊക്കെ പ്രതിരോധിച്ചോ അതേപോലെ എല്ലാ സ്ഥാപനങ്ങളും സമത്വ കീഴിൽ തന്നെ നിർത്തുവാനും അണികളെ സമത്വക്കൊപ്പം തന്നെ നിർത്തുവാനുമുള്ള ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമസ്തയും ലീഗും നല്ല ഐക്യത്തിലാണ്. അതിന് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ചില ആൾക്കാർ ശ്രമിക്കുകയാണ്. അപ്പോ 89-ൽ അത്ര ആൾക്കാരുണ്ടായിരുന്നു, അവരെ പ്രതിരോധിച്ച പോലെ പ്രതിരോധിക്കുന്നതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു വരുന്നതിന്റെ ആകത്തുക. അപ്പോ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ വിഭാഗം ഒരു ലീഗ് വിരുദ്ധരാണോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ പാണക്കാട് വിരുദ്ധരാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ AP വിഭാഗവും അങ്ങനെ ഒരു പാണക്കാട് വിരുദ്ധരാണെന്നോ ഒരു ലീഗ് വിരുദ്ധരാണെന്നും തോന്നിയിട്ടില്ല. ചില കാര്യങ്ങൾ തുറന്ന് പറയാതെ ആരോടായാലും പണ്ഡിതന്മാർ അതിന്റെ നിലപാട് പറയും. അത്ര അന്ന് AP വിഭാഗവും ഇന്ന് ഇവരും ചെയ്തിട്ടുള്ള അതിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് അതിനെതിരെയാണ് ഇപ്പൊ ഇവരിതാ സമസ്തക്കെതിരെ രംഗത്ത് വരിക. എന്താ ഇതിന്റെ ആവശ്യം? എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട സ്ഥലത്ത് ഭിന്നിപ്പിക്കാൻ വീണ്ടും വീണ്ടും ഭിന്നിപ്പിക്കാൻ ശ്രമം നടത്തണം. വളരെ വിഷമമുണ്ട് ഇത് പറയേണ്ടി വരുമ്പോ. ഇനി മായിനാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ പറയുന്ന വാക്കൊന്ന് കേൾക്കാം നമുക്ക്. ഇത് നമ്മൾ സംസ്ഥയുടെ പോഷക ഘടകം എന്നുള്ള നിലയിലല്ല ഞങ്ങൾ ഇത് പ്രതികരിക്കാൻ വേണ്ടി തന്നെ ഈ പറയുന്ന തരത്തിൽ ആദർശ വിശദീകരണ സമ്മേളനം വിളിച്ച് ആദർശത്തെ പറ്റി ഒന്നും പറയാതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശം പുത്തൻ വിധേയ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുകയും പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തനതായ രൂപത്തിൽ ബഹുജനങ്ങളെ അതിനനുസരിച്ച് ജീവിപ്പിക്കുകയും ചെയ്യാൻ പ്രാപ്തമാക്കണം. ഈ ആദർശ സമ്മേളനത്തിൽ പ്രസംഗിക്കേണ്ടത് അതാണ്. ആദർശ സമ്മേളനത്തിൽ പ്രസംഗം മുഴുവൻ പാണക്കാട് തങ്ങൾക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയുമാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും അതുപോലുള്ള നേതാക്കന്മാരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന രൂപീകരിച്ചു. അതിനു വേണ്ടിയിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ഒരു ആദർശ സമ്മേളനം നടത്തിയിട്ട് അവര് സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾ പറഞ്ഞില്ല, പുത്തൻ വിധിയ ആശയങ്ങൾ എതിർക്കലാണ് സുന്നത്തി ജമാഅത്തിന്റെ ലക്ഷ്യം. അത് കറക്റ്റായിട്ട് മൂപ്പര് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ അതൊന്നും അവരവിടെ ചെയ്തിട്ടില്ല. അവർ ലീഗിനെ എതിർക്കലും അതുപോലെ തന്നെ പാണക്കാട് തങ്ങന്മാരെ എതിർക്കല ചെയ്തത്. അത് അയാൾ ശുദ്ധ കളവാണ് പറയുന്നത് മൈനാജി. എന്താ വെച്ചാല് ഇവരെ ഈ പരിപാടി ഞാൻ കേട്ടിട്ടുണ്ട്, കോഴിക്കോട് നടന്ന പരിപാടി. ഇപ്പൊ അടുത്ത കാലങ്ങളിലായിട്ട് SKSSF പിന്നെ ആദർശം അമാനത്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിന് സുന്നത്തി ജമാഅത്തിന്റെ ഓരോ വിഷയങ്ങൾ വ്യക്തമായിട്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ AP വിഭാഗത്തെക്കാളും കൂടുതൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള SKSSFന്റെ ആളുകളാണ് ഇതിന് രംഗത്തെത്തിയിട്ടുള്ളത്. ഇപ്പോ AP വിഭാഗം മുമ്പ് ഇതൊക്കെ നടത്തി കഴിഞ്ഞു പോയതാണ്. സുലൈമാൻ സക്കാഫി, അലവി സക്കാഫിന്റെ കീഴൊക്കെ ഒരു ഗ്യാങ് തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊളത്തൂർ ഇർഷാദിയ കേന്ദ്രമായിട്ട് സുന്നത്തി ജമാഅത്തിന്റെ ആശയം പറയുന്ന വലിയൊരു ഗ്യാങ് തന്നെ അവർക്കുണ്ട്. അതിൽ പഠിപ്പിക്കുന്ന തന്നെ ആ വിഷയങ്ങളാണ്. തർക്കങ്ങൾക്കെതിരെ അത്തരം വിഷയങ്ങൾക്ക് മറുപടി പറയാനൊക്കെ ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ വിഷയങ്ങളൊക്കെ ഇപ്പൊ അവര് തൽക്കാലം ഇപ്പൊ അവര് മാനവിക സഞ്ചാരത്തിന്റെ പിന്നാലെയാണ് ഇപ്പൊ ഉള്ളത്. അപ്പോ അവർക്ക് വേറെ തന്നെ വിഷയങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവര് ആ വിഷയമൊക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കണം. ആവശ്യം വരാച്ചാൽ അവർ ഇടപെട്ടോ. പക്ഷെ ഇപ്പോ നമ്മൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല യുവ പണ്ഡിതന്മാര് അതുപോലെ തന്നെ നമ്മൾ കാണാത്ത ഉസ്താദുമാരൊക്കെ രംഗത്ത് വന്നു. വളരെ നല്ലൊരു കാഴ്ചയാണ് കാണുന്നത്. അത് കാണുമ്പോൾ നമുക്കൊക്കെ സന്തോഷമുണ്ട്. അപ്പോ നമ്മളെ ഈ മായിനാജിനെ പറ്റി ആകെയുള്ള ഒരു സങ്കടം എന്താ ഇപ്പോ, അത് അദ്ദേഹം തന്നെ പറയും. കോഴിക്കോട്ട് നടന്ന ആദർശ സമ്മേളനത്തിൽ നിങ്ങളൊക്കെ കേട്ടതാണ്. ഒരാൾ പ്രസംഗിച്ചു, ഞങ്ങൾ AP നിന്നാണ് സുന്നത്തെ മാറ്റി പഠിച്ചത്. AP നമുക്കറിയാലോ, സംശുലമായി ശൈഖന ഇക്കിയ ബോക്കർ മുസ്ലിയാര് ഹയാത്ത് കാലത്ത് ഒഴിവാക്കിയ വിഭാഗമാണ്. ഇവിടെ യഥാർത്ഥ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സമൂഹത്തിലേക്ക് വ്യാപിപ്പിച്ചതിൽ പ്രമുഖൻ ബഹുമാനപ്പെട്ട സംശുലമയാണ്. സംശുലമയിൽ നിന്ന് സുന്നത്ത് ജമാഅത്ത് പഠിക്കുകയോ അതിൽ നിന്ന് പഠിച്ചവരോ ആയ ആളുകളാണ് ഞങ്ങളെ കൂടെ ഉള്ളത്. വേറെ ഒന്നും പഠിച്ചവരല്ല. ബഹുമാനപ്പെട്ട സംശുലമ ഇക്കിയ ബോക്കർ മുസ്ലിയാരിൽ നിന്ന് നേരിട്ട് പഠിക്കുകയോ അദ്ദേഹം പഠിപ്പിച്ചവരിൽ നിന്ന് പഠിക്കുകയോ ചെയ്ത ആളുകൾ മാത്രമാണ് ഞങ്ങളെ കൂടെ ഉള്ളത്. എല്ലാത്തൊരാൾക്കും ഞങ്ങളെ കൂടെ സ്ഥാനമില്ല. വേറെ എന്തെങ്കിലും സുന്നത്ത് ജമാഅത്ത് പഠിച്ച് ഇവിടെ വന്ന് വേറെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. ഞങ്ങളെ കൂടെ അത്തരക്കാർക്ക് സ്ഥാനമില്ല. അപ്പൊ ഇവരെ സങ്കടപ്പതാണ്. അതാണ് മായിനാജി പറഞ്ഞത്. അവര് കോഴിക്കോട് സമ്മേളനത്തിൽ AP നിന്നാണ് സുന്നി ആദർശം പഠിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. നോക്കണങ്ങള്
അതാണ് ഇപ്പൊ അവരെ സങ്കടം, ആകെയുള്ള പ്രശ്നമാണ്. പിന്നെ അവര് പറയാണ് യഥാർത്ഥ സുന്നി ആശയം ശംസുൽ ഉലമ പറഞ്ഞു തന്നതിപ്പോ അവരാണ് അത് ഏറ്റെടുത്ത് നടക്കുന്നത്. അത് നമുക്ക് നല്ല അറിയാലോ ആരാണെന്നുള്ളത്. അപ്പോ ഇങ്ങനത്തെ തർക്കങ്ങൾ തന്നെയായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 89-ൽ നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് AP ഉസ്താദിനെയും അതുപോലെ തന്നെ ഉള്ളാൾ തങ്ങളെയും ഒക്കെ ഒരു ലീഗ് വിരുദ്ധരാക്കി അങ്ങോട്ട് മുദ്ര കൊണ്ട് കുത്തിയതാണ്. പിന്നെ ലീഗുകാർ ഇവർക്കെതിരെ തിരിഞ്ഞു, AP കാർക്കെതിരെ. അപ്പം എന്ത് ചെയ്ത് AP കാരും ചില പ്രതിഷേധം അവരായിട്ട് ഉണ്ടായിട്ടുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട്. കുണ്ടൂര് ഉസ്താദിന്റെ മോന് കുഞ്ഞു, ഞാൻ നാട്ടിലുള്ള പല സമയത്തും അവിടെ പോയിട്ടുണ്ട്, കബറുങ്ങ പോയിട്ടുണ്ട്. അവിടെ എപ്പോഴും കബറുങ്ങ ഓത്ത് നടത്തിയിരുന്നു. അതൊക്കെ ഇങ്ങനെ ഉണ്ടായ കൊലപാതകങ്ങളാണ്. നോക്കണം നിങ്ങൾ എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കി അല്ലെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ. ഇനിയിപ്പോ ഇവർ ഇത്തരം വിഷയത്തിൽ രംഗത്ത് വരികയാണ്. അപ്പൊ ഈ പത്രസമ്മേളനം കണ്ടപ്പോ എനിക്ക് എന്തോ ഇവരോട് ഒരുതരം ഉച്ച തോന്നിയത്. കാരണം സുന്നികളെ എങ്ങനെയും ഒത്തൊരുമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പൊ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ലീഗിന്റെ ഒരു സമീപനം AP ഭാഗത്തോടാവട്ടെ നല്ലൊരു സമീപനത്തിലാണ് അല്ലെ. മാനവ സഞ്ചാര യാത്രയിൽ ഒരുപാട് ലീഗിന്റെ അംഗങ്ങളൊക്കെ പങ്കെടുത്തു. അതുപോലെ MLA-മാരും MP ഒക്കെ ആയിട്ട് പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു, നല്ലൊരു കാഴ്ച. അതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് മുമ്പായിട്ട് ഖലീൽ തങ്ങളെ സ്ഥാപനത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നു. ഇങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകൾ. അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ AP ഉസ്താദിനെ വന്ന് കാണുന്നു. ലീഗിലാവട്ടെ അതുപോലെ തന്നെ സമസ്തയിലും ഒക്കെ ആളുകൾ തമ്മിൽ നല്ലൊരു ഐക്യത്തിൽ പോവാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ നല്ലൊരു മസ്ലഹത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞാല് AP വിഭാഗത്തിനും EK വിഭാഗത്തിനും അതുപോലെ തന്നെ അവരുടെ അടിയിൽ ഒരു ഭിന്നത ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ പറ്റും. പക്ഷെ ഈ ചങ്ങായിമാര് പിന്നെയും യോഗം കൂടി, മീറ്റിംഗ് കൂടി, പത്രസമ്മേളനം വിളിച്ച് വീണ്ടും ഭിന്നത ഉണ്ടാക്കുക. അപ്പൊ ഇവരാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭിന്നത ഉണ്ടാക്കുന്നത് നിങ്ങൾ വഹാബികളെ. അതപ്പോ ഇതിന് നമുക്ക് മനസ്സിലാക്കണം. അല്ലാതെ ഇവർക്ക് ഒരു ആദർശം, ഒരു പാണക്കാട് സ്നേഹവും ഇല്ല, ഒന്നുമില്ല. അതിങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ആളാണ് പാണക്കാട് തങ്ങന്മാരെ അധിക്ഷേപിച്ചതായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതൊരു റാഫി എന്ന് പറഞ്ഞ ചങ്ങായി, അതും ലൈവായിട്ട് പത്രക്കാരെ മുന്നിലിട്ടിട്ട് നാണം കെടുത്തിയത്. അന്ന് ആരും മുണ്ടിയിട്ടില്ലല്ലോ. ഇപ്പൊ ചെറിയൊരു വിഷയം, ഒരു ദീൻ പറഞ്ഞതിന് ഉമർ ഫൈസലെ നെഞ്ഞത്തേക്ക് ഇങ്ങനെ കയറിയാണ്. പക്ഷെ ഇത് ഒരുപാട് നല്ല ലീഗർ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, ഈ വഹാബികളെ മൂടും താങ്ങിയിട്ട് ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെ വഹാബി ആശയ ഉള്ളിലുള്ള ആൾക്കാർ, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അവരൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പൊ ഇവർക്ക് ഇതൊന്നും ദഹിക്കുന്നില്ല വഹാബികൾക്ക്. കാരണം എന്താ വെച്ചാൽ സുന്നികൾ നല്ല ഐക്യത്ത് പോവാണല്ലോ, തമ്മിൽ പരസ്പരം തല്ലുപിടിപ്പിക്കുന്നു മുമ്പ് അല്ലേ. എവിടെയൊക്കെ എന്തൊക്കെ ഞാൻ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. ഇതൊന്നല്ല, പല നാട്ടിലും പല മഹലുകളിലും ഇത് കേൾക്കുന്ന പല ആൾക്കാരുടെ നാട്ടിലും പലതും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ ഇല്ലാതെ നല്ല ഒത്തൊരുമയില് ഭൂരിഭാഗം ഏതാണ്ട് ഒരു 95% മഹലുകളിലും ഐക്യത്തിലൂടെ കുറച്ചൊക്കെ ഇപ്പോഴും ഭിന്നതകളോടുണ്ട്. ക്രമേണ അതൊക്കെ ശരിയായി വരും. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലടക്കാണ് ഇപ്പോ ഇവര് പോയി സംഘം ചേർന്നത്. ഇവര് ചേർത്ത ആൾക്കാരെന്താണ്, അന്നത്തെ കാലത്ത് സമസ്ത വളരെ സംഘർഷഭരിതമായ രീതിയിൽ നിൽക്കുന്ന കാലത്ത് സമസ്തയുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനും മഹലുകളൊപ്പം നിർത്താനൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരെ എത്രയെന്ന് യോഗത്തിന് വിളിച്ചിട്ടുള്ളത്. അത് പത്രക്കാരാ ഉള്ളിക്കട് കയറ്റിയിട്ടില്ല. എന്നിട്ട് പിന്നെയാണ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടാണ് ഈ വിഷയങ്ങൾ പറയുന്നത്. അപ്പൊ ഭിന്നത ഉണ്ടാക്കാനും ഒരുതരം ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങാം. ഈ അബ്ദുസമദ് പൂക്കോട്ടൂരിനും ഈ ചെങ്ങായിമാർക്കൊക്കെ മുമ്പ് തന്നെ പണി. അത് മനസ്സിലാക്കാവാത്ത കുറെ ആൾക്കാർ AP ഉസ്താദിനെയും കുറ്റം പറഞ്ഞ് നടന്നു വന്നത്. എന്നിട്ട് എന്തൊക്കെ പ്രതിഷേധം ഉണ്ടാക്കിയല്ലേ. ഇപ്പൊ എന്തുണ്ടായി അവസാനം? അപ്പോ നമുക്ക് അന്തണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പണ്ഡിതന്മാരെയും കുറ്റം പറയണ്ട, സയ്യിദന്മാരെയും കുറ്റം പറയണ്ട, എല്ലാവരും ആ രീതിയിൽ നിൽക്കുക. ഇപ്പൊ എനിക്കൊരു കാര്യം ഇപ്പൊ അവസാനം പറയാനുള്ളത്, നമ്മളെ മായിനാജി പറഞ്ഞു വലിയ പ്രസ്ഥാനങ്ങളെ അവർ എതിർക്കുന്നില്ല അവരുടെ സമ്മേളനത്തിൽ, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു. അതാണ് ഒരു സുന്നികളുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശം അതാണെന്ന് പറഞ്ഞു. ഈ ആദർശം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും അതുപോലെ തന്നെ മുനവർ അലി ശിഹാബ് തങ്ങൾക്കും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പലപ്പോഴും അവര് വഹാബികളോട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ദയനീയ കാഴ്ച കാണുന്നുണ്ട്. അവരെ കുറ്റപ്പെടുത്തില്ല, ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് സങ്കടമാണ്. 2 ദിവസം മുമ്പ് ഒരു ലീഗിന്റെ ഒരു നേതാവ് ജിഫ്രീത്ത് മുത്തുക്കോയ തങ്ങളെ പരാമർശിക്കുന്ന ഒരു വീഡിയോ കാണാനിടെ, അത് ഒരു സയ്യിദിന്റെ അടുത്ത് നിന്നിട്ടാണ്. ഇത് കാണുന്നത് സങ്കടമാണ്.
അതുപോലെ തന്നെ ഹുസൈൻ മടവൂര് പറഞ്ഞിട്ട് ഒരു മുജാഹിദിന്റെ നേതാവുണ്ട്. അയാൾക്കൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തൊക്കെ വിദേശത്തേക്ക് എവിടേക്കൊക്കെ പാണക്കാട് സീതമാര് പോകുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. അപ്പൊ അവരോട് പറയാ, എന്ത് ചെയ്യാ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശം എന്ന് പറഞ്ഞാല് വലിയ പ്രസ്ഥാനങ്ങളെ എതിർക്കലാണെന്നുള്ളത് മായനാജി ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നപ്പോ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ മറ്റു കൊണ്ടുവരണ്ടേ.